ഹലോ എവരിവൺ, വെൽക്കം ടു ഇലാൻസ് ട്യൂഷൻസ് പ്ലസ് വണ്ണിന്റെ എക്സ്ക്ലൂസീവ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡബിൾ കോളിംഗ് ക്യാഷ് ബുക്ക് ആണ്. ഡബിൾ കോളിംഗ് ക്യാഷ് ബുക്കിന്റെ പ്രിപ്പറേഷൻ ആണ്. നമ്മുടെ ഇപ്പോൾ വന്ന് കഴിഞ്ഞിട്ടുള്ള മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക, മോഡൽ എക്സാമിന് ഈ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ അതിനു മുമ്പേയുള്ള മാരത്തോൺ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഡബിൾ കോളിംഗ് ക്യാഷ് ബുക്ക് ഉറപ്പായിട്ടും വരുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ലെറ്റ്സ് ഗോ ടു ദി ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് പ്രിപ്പയർ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഫ്രം ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ 2022. ജാനുവരി മാസത്തെ ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് രണ്ട് ബാലൻസ്, ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും തന്നിട്ടുണ്ട്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ്. നമുക്ക് ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ് ആദ്യം സെറ്റ് ആക്കി വെക്കണം. ഡേറ്റ് കോളം, റെസീറ്റ് കോളം, ക്യാഷ് കോളം, ബാങ്ക് കോളം. അഗൈൻ ഡേറ്റ്, പേയ്മെന്റ്, ക്യാഷ്, ബാങ്ക്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡെബിറ്റ് സൈഡ്, ദിസ് ഈസ് ദ ഡെബിറ്റ് സൈഡ് ആൻഡ് ദിസ് ഈസ് ദ ക്രെഡിറ്റ് സൈഡ്. അപ്പൊ നമ്മൾ ഇനി ട്രാൻസാക്ഷൻസ് ഓരോന്നായിട്ട് വായിച്ചതിന് ശേഷം നമ്മൾ ഈ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഫ്രം ദ ബിഗിനിങ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എവിടെയാണ് കാണിക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് നോർമലി ഏത് സൈഡിലാണ് വരിക? ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. ഓക്കെ, രണ്ടും എവിടെയാണ് വരിക? ഡെബിറ്റ് സൈഡിലാണ് വരിക. അപ്പൊ ഞാൻ ആദ്യം രണ്ട് ഓപ്പണിംഗ് ബാലൻസും പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നമുക്കിവിടെ ഡെബിറ്റ് ഭാഗത്ത് ബാലൻസ് ബ്രോ ഡൗൺ എന്ന് എഴുതാം. ബാലൻസ് ബ്രോ ഡൗൺ. എത്രയാണ് ക്യാഷ് ബാലൻസ്? 1000 rupees ആണ് ക്യാഷ് ബാലൻസ്. ബാങ്ക് ബാലൻസ് 4500 ആണ് അല്ലേ? സോ 1000, അതേപോലെ 4500, രണ്ട് ബാലൻസ് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് രണ്ടാം തീയതി നടന്ന ട്രാൻസാക്ഷൻ ആണ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. നമ്മൾ സാധനങ്ങൾ വിറ്റു. സാധനം വിറ്റാൽ ക്യാഷ് എങ്ങോട്ടേക്കാണ് വരിക? നമ്മൾ സാധനം വിൽക്കുമ്പോൾ ക്യാഷ് നമ്മുടെ ബിസിനസ്സിലേക്കാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് എ റെസീറ്റ്. അപ്പൊ നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? റെസീറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് ഭാഗത്ത് കാണിക്കുക. ഓക്കെ, സോ ഞാനിത് ഡെബിറ്റ് ഭാഗത്തേക്ക് പോസ്റ്റ് ചെയ്യാണ്. രണ്ടാം തീയതി, ഒന്നാം തീയതി നമ്മളിവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. രണ്ടാം തീയതി സെയിൽസ് എന്ന് കൊടുത്താൽ മതി. സെയിൽസ് അല്ലെ, എപ്പോഴും നമ്മൾ ജേണൽ ചെയ്യുന്ന അക്കൗണ്ടിന്റെ പേരാണ് ലെഡ്ജറിലേക്ക് മാറ്റേണ്ടത്. സെയിൽസ് എത്രയാണ്? സെയിൽസ് നോക്കാം, 6000 രൂപയാണ്. സോ ക്യാഷ് സെയിൽ ആയതുകൊണ്ട് എമൗണ്ട് നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? ക്യാഷ് കോളത്തിലാണ് എമൗണ്ട് കാണിക്കേണ്ടത്. ഓക്കെ, സോ സെയിൽസ് 6000 രൂപ രണ്ടാം തീയതി നമ്മൾ പോസ്റ്റ് ചെയ്തു. അടുത്തത് നാലാം തീയതിയിലെ ട്രാൻസാക്ഷൻ ആണ്. നാലാം തീയതി പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സോ പർച്ചേസ് കണ്ടാൽ ഉറപ്പിച്ചോളം ദാറ്റ് ഈസ് എ പേയ്മെന്റ്. അതൊരു പേയ്മെന്റ് ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോകുന്ന ട്രാൻസാക്ഷൻ ആണ്. സാധനം വാങ്ങുമ്പോൾ പൈസ നമ്മൾ പുറത്തേക്കാണ് കൊടുക്കേണ്ടത്. സോ പേയ്മെന്റ് ഭാഗത്ത് എഴുതുക. നാലാം തീയതി പർച്ചേസ് നടന്നിട്ടുണ്ട്. എത്രയാണ് എമൗണ്ട് വരുന്നത്? 3000 രൂപയാണ് എമൗണ്ട് കോളം. ക്യാഷ് കോളമാണ്. എന്തുകൊണ്ടാണ് ക്യാഷ് കോളത്ത് കാണിച്ചിട്ടുള്ളത്? അത് ക്യാഷ് പർച്ചേസ് ആയിരുന്നു. പൈസ കൊടുത്താണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത്. അടുത്ത ട്രാൻസാക്ഷൻ ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക്. നമ്മൾ കോൺട്രാ എൻട്രി പഠിച്ചിട്ടുണ്ട്. ഡെപ്പോസിറ്റഡ് ക്യാഷ്, ഡെപ്പോസിറ്റഡ് ചെക്ക് ഇൻ ടു ബാങ്ക്, രണ്ടും നമുക്കറിയാം കോൺട്രാ എൻട്രി ആണ്. ക്യാഷ് ബാങ്കിലേക്ക് നിക്ഷേപിക്കുന്നു, കോൺട്രാ എൻട്രി ആണ്. സോ ദിസ് ഈസ് കോൺട്രാ. ഇത് കോൺട്രയാണ്, രണ്ട് ഭാഗത്തും വരും. സോ ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക് ആണെങ്കിൽ പൈസ ബാങ്കിലേക്ക് ഇട്ടു. സോ ഡെബിറ്റ് ഭാഗത്ത് നമ്മൾ എന്താ കാണിക്കേണ്ടത്? ക്യാഷ് വന്നിട്ടുണ്ട്. ഡെബിറ്റ് ഭാഗത്ത് എന്താണ് കാണിക്കേണ്ടത്? ഡെബിറ്റ് ഭാഗത്ത് ക്യാഷ് വന്നിട്ടുണ്ട് എന്ന് കാണിക്കുക. ക്യാഷ് വന്നിട്ടുണ്ട്. എവിടേക്കാണ് ക്യാഷ് വന്നിട്ടുള്ളത്? ബാങ്കിലേക്കാണ്. എത്രയാണ് വന്നിട്ടുള്ളത്? ദാറ്റ് ഈസ് 2000 rupees. ബാങ്കിലേക്ക് ക്യാഷ് വന്നു 2000 രൂപ. ഇത് കോൺട്ര ആയതുകൊണ്ട് ഞാനിവിടെ സി എന്ന് കാണിക്കുന്നുണ്ട്. സോ ഇതേ സമയം നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഡേറ്റ് എത്രയാണ്? 6-ാം തീയതിയാണ്. സോ 6-ാം തീയതി. ഇതേ സമയം നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോയിട്ടുണ്ട്. എവിടേക്കാണ് ക്യാഷ് പോയത്? ബാങ്കിലേക്കാണ് പോയിട്ടുള്ളത്. സോ ക്യാഷ് കോളത്തിൽ നമ്മൾ 2000 രൂപ കാണിക്കും. ഇവിടെ കോൺട്ര ആയതുകൊണ്ട് സി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ക്യാഷ് ബാങ്ക് CB എന്ന് ഓർത്ത് വെക്കുക. ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക് എപ്പോഴും നമ്മൾ CB എന്നാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ക്യാഷ് ഡെബിറ്റ് ഭാഗത്തും ബാങ്ക് ക്രെഡിറ്റ് ഭാഗത്തുമാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. എമൗണ്ട് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ക്യാഷിന്റെ എമൗണ്ട് എപ്പോഴും ബാങ്ക് കോളത്തിലും ബാങ്കിന്റെ എമൗണ്ട് എപ്പോഴും ക്യാഷ് കോളത്തിലാണ് വേണ്ടത്. ഓക്കെ, സോ നമ്മൾ അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോവാണ്. 7-ാം തീയതി ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. ഇതാ അടുത്ത കോൺട്ര വന്നിട്ടുണ്ട്. ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ആണ്.
ബാങ്കിൽ നിന്നും ക്യാഷ് പിൻവലിച്ചു. പേഴ്സണൽ യൂസ് അല്ല, ബിസിനസ്സിലേക്കാണ് വലിച്ചിട്ടുള്ളത്. എന്താ സംഭവിക്കുക? നമ്മുടെ കയ്യിൽ ക്യാഷ് ബാലൻസ് കൂടുന്നു, ക്യാഷ് ബാലൻസ് കൂടി. സോ ഡെബിറ്റ് ഭാഗത്ത് കാണിക്കുക, ക്യാഷ് ബാലൻസ് കൂടിയിട്ടുണ്ട്, ക്യാഷ് കൂടിയിട്ടുണ്ട്. സോ എവിടുന്നാണ് ക്യാഷ് വന്നത്? ബാങ്കിൽ നിന്നാണ് ക്യാഷ് വന്നത്. എത്രയാണ് എമൗണ്ട്? 1000 rupees ആണ് ക്യാഷ് കോളത്തിൽ കാണിക്കുക. 1000 രൂപ ക്യാഷ് കോളത്തിൽ കാണിക്കുക. സോ ഇതേ ട്രാൻസാക്ഷൻ നമ്മൾ കോൺട്ര ആയതുകൊണ്ട് ക്രെഡിറ്റ് ഭാഗത്തും കാണിക്കണം. സോ ഓക്കെ. സോ 7-ാം തീയതി സെയിം ഡേറ്റിന് തന്നെ നമ്മൾ ഇവിടെ കാണിക്കുക. ക്യാഷ് കുറഞ്ഞിട്ടുണ്ട്. എവിടുന്ന് ക്യാഷ് കുറഞ്ഞിട്ടുണ്ട്? ബാങ്കിൽ നിന്നും ക്യാഷ് കുറഞ്ഞിട്ടുണ്ട്. 1000 രൂപ ബാങ്ക് കോളത്തിൽ കാണിക്കുക. സോ നമ്മൾ വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് ആണെങ്കിൽ എങ്ങനെയാ കോൺട്ര റെക്കോർഡ് ചെയ്യേണ്ടത്? ബാങ്ക് ഡെബിറ്റ് ഭാഗത്തും ക്യാഷ് ക്രെഡിറ്റ് ഭാഗത്തുമാണ്. BC എന്ന് ഓർത്ത് വെക്കുക. ബാങ്ക് ഡെബിറ്റ് ഭാഗത്ത്, ക്യാഷ് ക്രെഡിറ്റ് ഭാഗത്ത്. ഓക്കെ. സോ 10-ാം തീയതി പെയ്ഡ് ടു അബിൻ ബൈ ചെക്ക്. പെയ്ഡ് ടു അബിൻ ബൈ ചെക്ക് എന്ന് കണ്ടാൽ നമ്മൾ ഉറപ്പിച്ചോളണം ദാറ്റ് ഈസ് എ പേയ്മെന്റ് അല്ലേ, പേയ്മെന്റ് ആണ്. സോ 10-ാം തീയതി നമ്മൾ പേയ്മെന്റ് കോളത്തിൽ കാണിക്കുക, അബിൻ എന്ന് കാണിക്കുക. അബിന് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട്. എത്ര എമൗണ്ട്? 1500 രൂപയാണ്. ബൈ ചെക്ക് ആയതുകൊണ്ട് ഏത് കോളത്തിലാണ് എമൗണ്ട് വേണ്ടത്? ബാങ്ക് കോളത്തിലാണ് എമൗണ്ട് വേണ്ടത്. ബൈ ചെക്ക് ആയതുകൊണ്ട് ബാങ്ക് കോളത്തിൽ എമൗണ്ട് എഴുതുക. റെന്റ് പെയ്ഡ് ബൈ ചെക്ക് 15-ാം തീയതി റെന്റ് പെയ്ഡ് ബൈ ചെക്ക് ആണ് 800 രൂപ പേയ്മെന്റ് ആണ്. സോ 15-ാം തീയതി റെന്റ് പെയ്ഡ് ബൈ ചെക്ക്, റെന്റ് പെയ്ഡ് ബൈ ചെക്ക് എന്ന് കണ്ടാൽ പേയ്മെന്റ് ഭാഗത്ത് കാണിക്കുക നമ്മൾ റെന്റ്. യെസ്, റെന്റ് 800 രൂപയാണ്. എമൗണ്ട് കോളം ബാങ്ക് കോളമാണ് വരിക. എന്തുകൊണ്ടാണ് ആ ബാങ്ക് കോളം വന്നത്? ദാറ്റ് ഈസ് ബൈ ചെക്ക് ആയതുകൊണ്ടാണ്. ദെൻ 20-ാം തീയതി ഡ്രൂ ക്യാഷ് ഫോർ ഡൊമസ്റ്റിക് പർപ്പസ് അഥവാ പേഴ്സണൽ പർപ്പസ്. ഓണർ സ്വന്തം ആവശ്യത്തിന് പൈസ എടുത്തു കൊണ്ടുപോയി 20-ാം തീയതി. സോ ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് എപ്പോഴും നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? 20-ാം തീയതി ഡ്രോയിങ്സ് പേയ്മെന്റ് ഭാഗത്ത് കാണിക്കുക. നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പണം കുറഞ്ഞു പോകുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ്, ക്യാഷ് കുറയുന്ന ട്രാൻസാക്ഷൻ ആണ്. സോ 500 രൂപ ക്യാഷ് കോളത്തിൽ കാണിക്കുക. എന്തുകൊണ്ടാണ് ക്യാഷ് കോളത്തിൽ കാണിച്ചത്? അദ്ദേഹം ക്യാഷ് ആണ് വിഡ്രോ ചെയ്യുന്നത്, ബാങ്കിൽ നിന്നല്ല വിഡ്രോ ചെയ്യുന്നത്. സോ ഡ്രോയിങ്സ് 500 രൂപ നമ്മൾ ക്രെഡിറ്റ് ഭാഗത്ത് പോസ്റ്റ് ചെയ്തു. സോ ഇത് റെന്റ് പെയ്ഡ് ക്രെഡിറ്റ് സൈഡാണ്, ഡ്രൂ ക്യാഷ് ഫോർ ക്രെഡിറ്റ് സൈഡാണ്, പെയ്ഡ് ടു അബിൻ ക്രെഡിറ്റ് സൈഡാണ് അല്ലേ. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. ബാങ്കിൽ പലിശ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ബാങ്കിൽ പലിശ ക്രെഡിറ്റ് ആയി. ബാങ്ക് ബാലൻസ് കൂടും. സോ ബാലൻസ് കൂടുന്ന ഐറ്റം ആണെങ്കിൽ ഡെബിറ്റ് ഭാഗത്താണ് കാണിക്കേണ്ടത് ഇൻട്രസ്റ്റ്. ഡെബിറ്റ് ഭാഗത്ത് ഇൻട്രസ്റ്റ് കാണിക്കാം. എമൗണ്ട് 500. 24-ാം തീയതി 500 രൂപ ബാങ്ക് കോളത്തിൽ കാണിക്കുക. ബാങ്കിൽ 500 രൂപ കൂടി എന്ന് കാണിക്കുക. സോ ഡെബിറ്റ് ഭാഗത്ത് ഇൻട്രസ്റ്റ് 500 രൂപ നമ്മൾ കാണിച്ചു. ദ ലാസ്റ്റ് ട്രാൻസാക്ഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡബിൾ കോളിംഗ് ക്യാഷ് ബുക്ക് ആയിരുന്നു. ദാറ്റ് ഈസ് ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ പാസ്ബുക്ക്. ബാങ്ക് ചാർജ് ഡെബിറ്റ് ആയി എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്നും ചാർജ് പിടിച്ചു, ബാലൻസ് കുറയുകയാണ് ചെയ്യുക. ബാലൻസ് കുറയുന്ന ഐറ്റങ്ങൾ നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? ക്രെഡിറ്റ് ഭാഗത്താണ് കാണിക്കേണ്ടത്. ബാങ്ക് ചാർജസ് ഇത്ര എമൗണ്ട് 100 rupees ആണ്. ബാങ്ക് കോളത്തിൽ കാണിക്കുക. സോ ദ ഡേറ്റ് ഈസ് 25th 25-ാം തീയതി ബാങ്ക് ചാർജ് പിടിച്ചു. സോ നമ്മൾ ട്രാൻസാക്ഷൻസ് മുഴുവനായിട്ട് നമ്മൾ ഡബിൾ കോളിംഗ് ക്യാഷ് ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡബിൾ കോളിംഗ് ക്യാഷ് ബുക്ക് ആയിരുന്നു. സോ എല്ലാ ആളുകളും ഈ ഒരു ക്യാഷ് ബുക്ക് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 എമൗണ്ട് കോളം ഉണ്ടാവും. സോ നമ്മൾ ആദ്യം ഒരു എമൗണ്ട് കോളം മാത്രം ഫോക്കസ് ചെയ്യുക. ഞാനിവിടെ ബാങ്ക് ആണ് ആദ്യം ചെയ്യുന്നത്. സോ ബാങ്കിന്റെ ബാലൻസ് നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? ബാലൻസ് ചെയ്യാണ്. സോ ഡെബിറ്റ് സൈഡ് നമുക്ക് ആദ്യം കൂട്ടി നോക്കാം. 4500 ഉണ്ട്, 2000 ഉണ്ട്, 500 ഉണ്ട്. സോ 4500 2000 6500 500 7000 രൂപയുണ്ടാവും അല്ലെ. 7000 rupees കറക്റ്റ് അല്ലടാ. 7000 രൂപയാണ് നമ്മളെ ബാങ്ക് ടോട്ടൽ വരുന്നത്. നൗ നമ്മൾ അതേ എമൗണ്ട് ക്രെഡിറ്റ് ഭാഗത്തേക്ക് പോസ്റ്റ് ചെയ്യുന്നു, 7000 rupees. അതിനകത്ത് നമ്മൾ ക്രെഡിറ്റ് ഭാഗത്തുള്ള എമൗണ്ട് ഒക്കെ മൈനസ് ചെയ്യുന്നു. 7000 മൈനസ് 2500, 7000 രൂപ മൈനസ് 2500 ദാറ്റ് ഈസ് ഈക്വൽ ടു 4500 അല്ലേ. ദെൻ മൈനസ് 800, 3700 വരും. സോ 100 കൂടെ കുറച്ചാൽ ബാലൻസിങ് ഫിഗർ 3600 രൂപയാണ് കിട്ടുന്നത്. സോ നമുക്ക് ഇനി എന്ത് ചെയ്യാടാ? ഇനി നമുക്ക് ക്യാഷ് കോളം ബാലൻസ് ചെയ്യാം. ക്യാഷ് കോളം ഞാൻ ഡെബിറ്റ് സൈഡ് ആണ് ആദ്യം കൂട്ടുന്നത്. നോർമലി ക്യാഷിന്റെ
ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ ഉണ്ടാവുക. സോ 6 1 7 1 8. സോ 8,000 റുപ്പീസ് ആണ് ഡെബിറ്റ് ഭാഗത്തുള്ളത്. ഇതേ 8,000 നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ഭാഗത്തേക്ക് പോസ്റ്റ് ചെയ്യുന്നു. ഇനി അവിടെയുള്ള 3 2 5 5,500 നമ്മൾ ഇവിടുന്ന് മൈനസ് ചെയ്താൽ മതി. സോ 8,000 മൈനസ് 5,500 ദാറ്റ് ഈസ് ഈക്വൽ ടു 2,500 അല്ലേ, 2,500. സോ ബാലൻസ് ക്യാരി ഡൗൺ 2,500 രൂപ ക്യാഷ് ബാലൻസും അതേപോലെ 3,600 രൂപ ബാങ്ക് ബാലൻസും കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്കും ഇതേ ബാലൻസ് ആണ് കിട്ടിയതെങ്കിൽ, മോഡൽ എക്സാം എഴുതിയ സമയത്ത് നിങ്ങൾക്ക് ഇതേ ബാലൻസ് ആണ് കിട്ടിയതെങ്കിൽ അതൊന്ന് താഴെ കമന്റ് ചെയ്യടാ. ഏത് ട്രാൻസാക്ഷൻ ആണ്, ഇനി കിട്ടാത്ത ആളുകൾക്ക് ഏത് ട്രാൻസാക്ഷൻ ആണ് തെറ്റിപ്പോരെന്നൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. സോ എല്ലാ ആളുകൾക്കും കറക്റ്റ് ഉത്തരമാണ് കിട്ടിയത് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് മറ്റൊരു ചോദ്യമായിട്ട് മറ്റൊരു വീഡിയോ കാണാം.